എല്ലാ പ്രൊജക്റ്റും നമ്മൾ വിചാരിക്കുന്ന മാതിരി പെർഫെക്റ്റ് ആവില്ലല്ലോ. അതേപോലത്തെ ഒരു പ്രൊജക്റ്റാണ് അത്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതുപോലെ വന്നില്ല, പക്ഷേ ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. നമ്മളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ അപ്പം ഇതിൽ ഇത്ര പ്രശ്നം എന്ന് തോന്നും. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നല്ല കോൺഫിഡൻസിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഡിസൈനൊക്കെ നല്ല വരും, നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളതാണല്ലോ ടോം ആൻഡ് ജെറിയൊക്കെ. അപ്പോൾ എല്ലാം ഡിസൈനൊക്കെ നല്ല അടിപൊളിയായിട്ട് വരും, നല്ല റീച്ച് കിട്ടും അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ ചെയ്യാൻ തുടങ്ങിയതാണ്. ആക്ച്വലി ഞാൻ എൻഗേജ്മെൻറ്റൊക്കെ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട്, എൻ്റെ മടിയൊക്കെ ഒന്ന് ഇങ്ങോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ആ ഒരു 50 ഡേയ്സ് പഞ്ച് നീഡിൽ ചലഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്ത ടോപ്പിക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഇല്ലേ, അതെല്ലാവരും മനസ്സിലേക്കും പെട്ടെന്ന് ഇങ്ങോട്ട് കയറുമല്ലോ. ഞാൻ അത് ചെയ്യാനാണ് വിചാരിച്ചത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ടോം ആൻഡ് ജെറി, പിന്നെ ഹലോ കിറ്റി, അതേപോലെ മിക്കി മൗസ്, അങ്ങനെ സൈഡിക്കൊക്കെ കുറേ എണ്ണത്തിനെ വരച്ച് വെച്ചിട്ടുണ്ട്. വരക്കാൻ പിന്നെ പണ്ടേ ഇഷ്ടമുള്ള കാരണം വരയെല്ലാം ആദ്യം തീർത്തു. അത് കഴിഞ്ഞ് ഞാൻ ഇതിൻ്റെ കളേഴ്സെല്ലാം സെറ്റാക്കി, ത്രെഡിൻ്റെ കളേഴ്സെല്ലാം ഉണ്ടായിരുന്നു. കളേഴ്സെല്ലാം സെറ്റാക്കി നോക്കുമ്പോൾ എൻ്റെ അടുത്ത് എല്ലാ കളറും ഉണ്ടായിരുന്നു. ജെറിക്ക് വേണ്ട ബ്രൗൺ ഉണ്ടായിരുന്നു, ബേജ് ഉണ്ടായിരുന്നു, പിങ്ക് ഉണ്ടായിരുന്നു, ബ്ലാക്ക് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം സെറ്റായി, ഹൂപ്പും സെറ്റായി, അതേപോലെ ത്രെഡും സെറ്റായി, എല്ലാം സെറ്റായി. ഞാൻ പഞ്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നല്ല കോൺഫിഡൻസ് ആയിരുന്നു, അത് അടിപൊളിയായിട്ട് വരും, എല്ലാവർക്കും നല്ല ഇഷ്ടവും, നല്ല ലൈക്സ്, നല്ല വ്യൂസ് ഒക്കെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ എനിക്ക് തോന്നി ഇതിന് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ വിചാരിച്ച പോലെ അത് വന്നില്ല, എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്കിങ്ങനെ തോന്നി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഓക്കെ ഏതായാലും തുടങ്ങിയില്ലേ, ചെയ്യാനും തുടങ്ങി, അപ്പോൾ ഏതായാലും തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ അത് കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഞ്ച് നീഡിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മെയിനിൽ കിട്ടുന്നത് ഒരു സാറ്റിസ്ഫാക്ഷനാണ്. നമ്മൾ ആ കോസി മൂഡിലിരുന്ന് ഇങ്ങനെ പഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ തന്നെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ തന്നെ നമുക്കൊരു റിലാക്സേഷൻ മൂഡാണ് നമുക്ക് പഞ്ച് നീഡിൽ ചെയ്യുമ്പോൾ കിട്ടുക. ഇതെനിക്ക് സ്ട്രെസ്സാണ് ആവണത്. ഒരു പഞ്ച് നീഡിൻ്റെ മേലെ അടുത്തത്, ഒരു സ്റ്റിച്ചിൻ്റെ മേലെ അടുത്തത്, ആകെ ഒരു രസമില്ലാത്ത ഒരു പാറ്റേൺ ഇല്ലാത്ത പോലെ ആയി, ഒരു രസമില്ലാത്ത പോലെ ആയി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഓക്കെ എന്തായാലും സ്റ്റാർട്ട് ചെയ്തു, നമുക്ക് കംപ്ലീറ്റ് ആക്കി വെക്കാം. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. ഞാനിങ്ങനെ ആലോചിച്ചു, എന്താണ് ഞാനിവിടെ ചെയ്ത തെറ്റ്. ഏറ്റവും വലിയൊരു പൊട്ടത്തരം ഞാൻ അതിൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര സ്മോളാക്കിയിട്ടാണ് ഞാൻ വരച്ചത്. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും കൂടി സൂം ചെയ്യുമ്പോൾ നമുക്ക് അത്രയും തോന്നില്ല, കുറച്ച് വലിപ്പമുണ്ടല്ലോ എന്ന് തോന്നും. പക്ഷേ ആക്ച്വലി ഇത് ഭയങ്കര ചെറുതായിപ്പോയി. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ പൊട്ടത്തരം. നമ്മൾക്ക് രസമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പാറ്റേണിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വലിപ്പം വേണ്ടേ, ഒരു ബിഗർ സൈസ് വേണം. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം സ്മോൾ. ഇപ്പോൾ സൂം ചെയ്തപ്പോൾ നിങ്ങൾ നോക്കി, അത് ഒരു സ്റ്റിച്ചിൻ്റെ മേലെ ഒരു സ്റ്റിച്ച്, അതേപോലെ ചില സ്റ്റിച്ച് ചെറുത്, ചില സ്റ്റിച്ച് വലുത്, അങ്ങനെയല്ല ആയത്. അപ്പോൾ ഒരു പാറ്റേൺ ഇല്ല, കാണാനൊരു രസമില്ല, അങ്ങനെ വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഫ്രണ്ട് ഇങ്ങനെ ബാക്ക് എന്തായാലും അടിപൊളി, നമുക്ക് കട്ട് ചെയ്ത് ഫ്ലഫി ആക്കി എടുക്കാമല്ലോ എന്ന് ബാക്ക് നോക്കിയപ്പോൾ ബാക്കിൽ ഒരു സർക്കിൾ ഷേപ്പിൽ ബാക്കിൽ ഒരു നമ്മൾ ജെറിനെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ഒന്നുമില്ല, ഒരു സർക്കിൾ മാത്രം. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പം എനിക്ക് ടോട്ടലി നെഗറ്റീവ് അടിച്ചു. അതൊരു രസമില്ല, അതൊന്നിനും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തോന്നി. അപ്പം ഞാൻ റിയലൈസ് ചെയ്തു, നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ കുറച്ച് വലുതാക്കിയൊക്കെ വരക്കണം. വലുതാക്കി വരച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ചെയ്ത മിസ്റ്റേക്ക്. പിന്നെ ഞാനിത് കംപ്ലീറ്റ് ചെയ്തില്ല. ഞാൻ എന്നിട്ട് അതിന് ഫേസ് ചെയ്തപ്പോഴൊന്നും ജെറിയാന്നേ തോന്നുന്നില്ല. പിന്നെ എന്താ വെച്ചാൽ എനിക്ക് തോന്നി, പിന്നെ ഞാൻ ഔട്ട്ലൈൻ ആദ്യം കൊടുക്കണമായിരുന്നു. ഒരു ഡാർക്ക് കളറും കൊണ്ട് ഔട്ട്ലൈൻ കൊടുത്ത് പിന്നെ ചെയ്യുമ്പോൾ ബ്ലാക്കിൽ ഔട്ട്ലൈൻ കൊടുത്ത് പിന്നെ നമ്മളത് ഫില്ല് ചെയ്യുമ്പോൾ അപ്പോൾ കറക്റ്റ് നമുക്ക് ആ ഒരു ക്യാരക്ടറിൻ്റെ ഷേപ്പ് കിട്ടുമായിരുന്നു. ഇത് അതേ സെയിം കളറാക്കിയ രസം ഉണ്ടാവുമായിരുന്നു, പക്ഷെ അതൊന്ന് ഒരു ബിഗർ സൈസ് ആക്കണമായിരുന്നു. അപ്പോൾ ഒന്നും കൂടി അടിപൊളി ആവുമായിരുന്നു എന്ന് എനിക്കിങ്ങനെ ഫീൽ ചെയ്തു. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പം ശരി, ഓക്കെ, ബായ്.